ഒരു ദിവസമേ ഞാൻ സാധാരണ നമ്മൾ സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ ഒക്കെ ഒരു ദിവസം ഉച്ചയ്ക്ക് ശേഷമൊക്കെ ചിലപ്പോൾ ഒന്ന് കിടക്കും. ഒരു ദിവസം ഇങ്ങനെ കിടക്കുന്ന സമയത്ത് കമ്പനിയിലെ സൂപ്പർവൈസർ ഉണ്ട്, ഒന്ന് പെട്ടെന്ന് വരൂ പറഞ്ഞ് വിളിക്കും. അപ്പോൾ ഒരു ലോഡ് അരി അന്ന് രാവിലെ വന്നിട്ടുണ്ടായിരുന്നു. ആ അരി നമ്മൾ റൂട്ടീൻ പ്രോസസ്സ് ഉണ്ട്. ഒരു ലോഡ് അരി വന്നു കഴിഞ്ഞാൽ അത് സൂപ്പർവൈസർ സാമ്പിൾ എടുക്കും, അത് പൊടിച്ച് നോക്കിയിട്ട് അതിൻ്റെ ജലത്തിന്റെ അംശം, ഇങ്ങനെയുള്ള കുറെ പാരാമീറ്റേഴ്സ്, കെമിക്കൽ കാര്യങ്ങൾ ഇതൊക്കെ ചെക്ക് ചെയ്യും. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ഒന്ന് കിടന്നേ. പിന്നെ എന്തിനപ്പോൾ അത് വിളിക്കുന്നത് വെച്ച് നോക്കുമ്പോൾ സംഭവം എന്താ അറിയോ, പ്രൊഡക്ഷനിലെ ഈ ഇതില് നോക്കുമ്പോൾ ഈ അരിയിൽ വെള്ളാരം കല്ലുണ്ട്. ഈ കല്ല് നമുക്ക് കാണാൻ പറ്റൂല. അപ്പൊ നമ്മള് ആ ലോഡ് തിരിച്ചയക്കേണ്ടി വന്നു, കാരണം വെള്ളാരം കല്ലുണ്ട്. അങ്ങനെ ഞാൻ ഈ മേഖലയിലുള്ള എൻ്റെ ഒരു എക്സ്പെർട്ട് സുഹൃത്തിനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, നീ ഇത് രക്ഷപ്പെട്ടു, ഇനി അങ്ങോട്ട് കല്ലില്ലാത്ത അരി കിട്ടൽ കാരണം പ്രയാസമാണ്, അപ്പൊ അതുകൊണ്ട് ഇത് വെച്ചോ, ഒരു ഡീസ്റ്റോണർ വെച്ചോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇതിന്റെ സപ്ലയറെ ഞാൻ വിളിച്ചു. അപ്പൊ അയാൾ എന്നോട് പറഞ്ഞത്, എന്ത് വർത്താനം പറഞ്ഞ്, ജർമ്മനിയിൽ നിന്ന് വരുന്ന സോർട്ടെക്സ് മെഷീനിൽ സോർട്ടെക്സ് ചെയ്തിട്ടാണ് ഈ അരി വരുന്നത്, പിന്നെ എങ്ങനെ അതിൽ കല്ല് വരിക എന്നാ സംഭവം. വെള്ളാരം കല്ല് അതിലുണ്ടായിരുന്നു. അപ്പൊ അത് ഞാനൊരു ഇൻഡസ്ട്രിയൽ എക്സ്പെർട്ടിനോട് സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞത്, അവരെന്തോ പറഞ്ഞോട്ടെ, നീ ഒരു ഡീസ്റ്റോണർ വെച്ചോ എന്ന് പറഞ്ഞു. ആ ഡീസ്റ്റോണർ വെച്ചതിന് ശേഷമാണ് ജർമ്മനിക്കാരെന്ന വല്ല ടെക്നോളജി നമ്മളെ ഇന്ത്യയിലുണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. കാരണം എത്ര സോട്ടക്സ് ചെയ്ത അരിയാണെങ്കിലും അതിൽ വെള്ളാരം കല്ലുണ്ടാവും, ചെറിയ ചെളിക്കട്ട ഉണ്ടാവും, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ടാവും. ഇത് വളരെ ക്ലിയർ ആയിട്ട് നമ്മളെ വീട്ടിൽ നമ്മളെ അമ്മമാര് പണ്ടൊക്കെ ചേറിയിരുന്നത് പോലെ ചേറി വൃത്തിയാക്കിയിട്ട് ഇങ്ങോട്ട് വരും. അപ്പോൾ ആ ടെക്നോളജി ഞാൻ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം എനിക്ക് ഒരുപാട് മനസമാധാനം ഉണ്ടായി. കാരണം എന്താ, ഏത് ലോഡ് അരി വന്നാലും അവരെന്തൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഒരു പ്ലാൻ ബി നമ്മളെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ ഒരു പ്ലാൻ സി നമ്മളെ കയ്യിലുണ്ട്. എന്താ, നമ്മൾ ഡീസ്റ്റോണറിലൂടെ ഇട്ടിട്ടേ പൊടിക്കും. അതിന് ചിലപ്പോൾ കറണ്ട് ചാർജ് വരും, പക്ഷെ നമ്മൾ കൊടുക്കുന്ന കസ്റ്റമറോട് നമുക്ക് 110% ഗ്യാരണ്ടിയിൽ പറഞ്ഞൂടെ, ഒരു സാധനം ഇതിലില്ല, ഞങ്ങളിതാ ക്ലീൻ ചെയ്യുന്നു, നമുക്ക് ബോധ്യപ്പെട്ടൂടെ. അപ്പൊ പല ഭായിമാരും വന്നിട്ട് നമ്മളോട് പറയും, എന്തിനാ അതിങ്ങനെ ചെയ്യുന്ന, ഇതിലൊന്നുമില്ല. ഞാൻ പറഞ്ഞു, മിണ്ടണ്ട, ഞങ്ങൾ അങ്ങോട്ട് പറയുന്നത്, നിനക്ക് ശമ്പളം തരുന്നില്ലേ, ഞങ്ങൾ പറഞ്ഞു കേട്ടാൽ മതി പറയും. കാരണം അവരുടെ ബ്രെയിന് ലിമിറ്റഡാ. നമ്മൾ ചിന്തിക്കുന്നത് ലോങ് റണ്ണാ, അവർ ചിന്തിക്കുന്നത് ഷോർട്ട് റണ്ണാ. അവനിവിടെ 2 മാസത്തിന് പണിക്ക് വന്നതാ, അവനിവിടെ എന്താ. അപ്പൊ നമ്മൾ നമ്മളെ കസ്റ്റമറോട്, എൻ്റെ കസ്റ്റമറോട് കമ്മിറ്റഡ് ആയിരിക്കുക.